നമസ്കാരം. ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 15 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ പിതൃയജ്ഞം എന്ന പേരിൽ പിതൃക്കളുടെ സദ്ഗതിക്ക് വേണ്ടിയിട്ടും മോക്ഷത്തിനും വേണ്ടിയിട്ടുള്ള മഹത്തായിട്ടുള്ള യജ്ഞം നിർവഹിക്കപ്പെടുകയാണ്. പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതം പഞ്ചമഹായജ്ഞങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, അതിഥിയജ്ഞം, നൃയജ്ഞം അഥവാ അതിഥിയജ്ഞം, ഭൂതയജ്ഞം എന്നിങ്ങനെയാണ്. അതിൽ ഏറ്റവും മഹത്തരമായിട്ട് പറയുന്ന യജ്ഞമാണ് പിതൃയജ്ഞം. കാരണം പിതൃക്കളെ സ്മരിക്കാതെ മനുഷ്യനൊരു ദിവസം ഉണ്ടാവില്ല. ആത്മാവൈ ജായതേ പുത്ര എന്നാണല്ലോ ആപ്ത വചനങ്ങളുള്ളത്. അപ്പോൾ പിതൃക്കളുടെ എല്ലാം ആത്മാവ് പുത്രനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ആത്മാംശത്തെ കൂടി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പിതൃയജ്ഞസ്തു തർപ്പണം എന്നും പറയപ്പെടുന്നുണ്ട്. പിതൃയജ്ഞം എന്ന് പറയുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് തർപ്പണം. നാഗമ്പട ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പിതൃതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ്. പലപ്പോഴും നമുക്കുണ്ടാവുന്ന സംശയം വൈഷ്ണവമായിട്ടുള്ള സങ്കേതങ്ങളിൽ മാത്രമാണ് പൈതൃകമായിട്ടുള്ള അല്ലെങ്കിൽ പിതൃക്കളെ സംബന്ധിച്ചിട്ടുള്ള ക്രിയകൾ നടക്കുന്നത് എന്നാണ്. കേരളത്തിൻ്റെ തന്നെ സുപ്രസിദ്ധങ്ങളായിട്ടുള്ള ചില സങ്കേതങ്ങളെയും ഭാരതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില സങ്കേതങ്ങളെയും പരിശോധിക്കുമ്പോൾ നമ്മളുടെ സംശയം അസ്ഥാനത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആലുവ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശൈവ സങ്കേതത്തോടനുബന്ധിച്ചിട്ടുള്ള കടവിലാണ് ഏറ്റവും കൂടുതൽ മധ്യ കേരളത്തിലെ പിതൃതർപ്പണം നടക്കുന്ന സ്ഥലം ആലുവ മണപ്പുറം എന്നുള്ളത്. മറ്റൊന്ന് കാശിയാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ സംസ്കാരക്രിയകളും മറ്റു കാര്യങ്ങളുമെല്ലാം തർപ്പണങ്ങളുമെല്ലാം നടക്കുന്ന സങ്കേതമാണ് കാശി. അവിടെ കാശി വിശ്വനാഥൻ്റെ മടിത്തട്ടിലാണ് ഇതെല്ലാം നിർവഹിക്കപ്പെടുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഈ ക്ഷേത്ര സങ്കേതത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ ഉപരി അവിടെ സ്ഥിതി ചെയ്യുന്ന പുണ്യ തീർത്ഥങ്ങളുടെയും മറ്റും പ്രാധാന്യമാണ്. കൂടാതെ തന്നെ ഈ നാഗമ്പടം ക്ഷേത്രത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ള വിവിധ അഷ്ടമംഗല പ്രശ്നങ്ങളിൽ ആ സങ്കേതം ഒരു പിതൃശുദ്ധികാരകനായിട്ടുള്ള മഹാദേവനാണ് എന്നുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പം അത്തരം സംശയങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ആ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊടുക്കുന്ന ഒരു സങ്കേതം എന്ന നിലയിലാണ് മധ്യ കേരളത്തിൽ ഇപ്പോൾ നാഗമ്പടം ക്ഷേത്രം വളരെ ശ്രദ്ധേയമാകുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു സങ്കേതത്തിലേക്ക് ചില പ്രാദേശികമായിട്ടുള്ള സങ്കല്പങ്ങളെ വെച്ച് നോക്കുമ്പോൾ വാർഷികമായിട്ടും അല്ലാതെയുമൊക്കെ വരുന്ന ആവാഹന ക്രിയകളിലൂടെ ഇവിടെ ക്ഷേത്ര സങ്കേതത്തോടനുബന്ധിച്ചിട്ടുള്ള പിതൃമണ്ഡപത്തിൽ സമർപ്പിക്കുന്ന പിതൃക്കൾക്ക് സദ്ഗതി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് പിതൃയജ്ഞം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമർപ്പിക്കപ്പെടുന്ന നമുക്കറിയാം കാലടിക്കടുത്തുള്ള ചേലാമറ്റം ക്ഷേത്രത്തിലും അതുപോലെ തന്നെ പല സങ്കേതങ്ങളിലുമൊക്കെ നമ്മൾ പിതൃക്കൾക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന തിലഹവനാദികൾക്ക് ചീട്ടാക്കി പോരുന്ന പ്രക്രിയയുണ്ട്. അതേപോലെ തന്നെ നാഗമ്പട ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ക്രിയകൾ വളരെ ശ്രദ്ധാപൂർവം വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നു. മധ്യ കേരളത്തിൽ പൊതുവെ വാർഷികമായും അല്ലാതെയുമൊക്കെ പിതൃക്കളെ ആവാഹനം ചെയ്ത് സാമാന്യ ശുദ്ധി ചെയ്ത് അവരുടെ മോക്ഷഗതിക്കായിട്ട്
ചില പ്രത്യേക ക്ഷേത്ര സങ്കേതങ്ങളിൽ സമർപ്പിച്ച് തുടർന്നുള്ള കർമ്മങ്ങൾ നിർവഹിപ്പിക്കാറുണ്ട്. ഇതിൽ മധ്യകേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളത് ചേലാമറ്റവും, അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രവും മറ്റു ക്ഷേത്രങ്ങളുണ്ട്. അത് തിരുവല്ലവും അതുപോലെ തിരുനെല്ലിയും മറ്റുമാണ്. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളിൽ പിതൃക്കളെ ആവാഹിച്ച് സമർപ്പിച്ച് അവർക്ക് ഗതിപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് പരക്കെ നടപ്പുള്ള ഒരു സമ്പ്രദായം. കാലങ്ങളായി കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ചും ഇത്തരം കർമ്മങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കപ്പെടാറുണ്ട്. കാരണം എല്ലാ വാവിനും ഇവിടെ സമർപ്പിക്കപ്പെടുന്ന പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള തിലഹവനാദി കർമ്മങ്ങൾ വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചു വരികയാണ്. അതിൻ്റെ പൂർത്തീകരണം എന്നുള്ള നിലയിലാണ് 18 വാവ് തികയുമ്പോൾ പിതൃയജ്ഞം എന്ന പേരിൽ ഇത്തരമൊരു മഹത് സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രതിവർഷം ഇവിടെ സമർപ്പിക്കുന്ന പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ഷ ക്രിയകൾ നടത്താമെന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ല, അതിനായി നമ്മൾ നിർവഹിക്കപ്പെടേണ്ടത് തിലഹോമമാണ് ഇതിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള മോക്ഷ ക്രിയ. വളരെ വലിയ ഒരു സംഖ്യ, മഹത്തായിട്ടുള്ളൊരു സംഖ്യ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരിക്കൽ പോലും അത്തരമൊരു കർമ്മം സ്വമേധയാ നിർവഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും ഭാരിച്ച ചെലവ് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വർഷം തികയുമ്പോൾ ഇവിടെ സമന്വയിപ്പിക്കുന്നത്. വലിയ ഒരു സംഖ്യ തിലഹോമവും അതുപോലെ തന്നെ ഇവരുടെ ഈ പിതൃക്കളുടെ സുഹൃത വൃദ്ധിക്കായിട്ട്, പിതൃക്കളുടെ എന്ന് പറയുമ്പോൾ പിതൃക്കളിലൂടെ അവരുടെ പുത്രപൗത്രാദികളിലും ഒക്കെ ബന്ധിച്ചു നിൽക്കുന്ന ദുഷ്കൃതങ്ങളെ പരിഹരിച്ച് സുഹൃത വൃദ്ധിക്കായിട്ട് സുഹൃത ഹോമവും അതിൻ്റെ അനുബന്ധ പ്രക്രിയകളുമെല്ലാം ശുദ്ധിക്ക് വേണ്ടുന്ന സഹസ്രനാമ പാരായണാദികളും മറ്റ് അഘവർഷണാദികളെ കൊണ്ടുള്ള ഹോമങ്ങളും എല്ലാം നിർവഹിച്ച് ആ സമയത്ത് തന്നെ ഈ പിതൃക്കളുടെ ശ്രവണത്തിന് വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതം വായിച്ചു കേൾപ്പിക്കുക എന്ന പ്രക്രിയ 7 ദിവസം കൊണ്ട് ഒരാവർത്തി ശ്രീമദ് ഭാഗവതം വായിച്ചു കേൾപ്പിക്കുക എന്ന പ്രക്രിയയും അതിനുശേഷം എല്ലാവിധത്തിലുള്ള ദുഷ്കൃതത്തിനും പ്രായശ്ചിത്തമായിട്ടുള്ള ചക്രാബ്ജ പൂജയും അതോടൊപ്പം തന്നെ വിഷ്ണുവിലേക്ക് ലയിപ്പിക്കുന്ന പ്രക്രിയയുമാണ് സായുജ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിതൃയജ്ഞം എന്ന പേരിൽ ഇവിടെ നിർവഹിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. അത്തരമൊരു മഹായജ്ഞത്തിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. ഇവിടെ സമർപ്പിക്കപ്പെട്ട പിതൃക്കളുടെ എല്ലാം അവരോട് ബന്ധപ്പെടുന്ന പുത്രപൗത്രാദികളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകുന്നത് വളരെ ശ്രേയസ്കരമാണ്. കാരണം പിതൃയജ്ഞം എന്നുള്ളത് നമ്മളുടെ പരമ്പര മുന്നോട്ട് അനുഷ്ഠിച്ചു പോകേണ്ടതാണ്. കാരണം പൊതുവെ ഒരു ചിന്തയുണ്ട്, ആവാഹിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, അഥവാ സായുജ്യം ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്ര സമർപ്പണം ചെയ്യുക എന്നുള്ളത് ആ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. ആവാഹിച്ച് പിതൃക്കളെ പ്രതിമകളിൽ ആവാഹിച്ച് ക്ഷേത്ര സമർപ്പണം ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിനോടനുബന്ധമായിട്ടുള്ള സങ്കേതങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഗതി ക്രിയകളെ പ്രതിദിനം അഥവാ പ്രതിമാസം അത് ചെയ്ത് അതിനെ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷം ഈ ചൈതന്യങ്ങളെ മഹാവിഷ്ണുവിലേക്ക് ലയിപ്പിച്ച് ആ സൃഷ്ടിയുടെ പ്രക്രിയ പൂർത്തീകരിക്കുകയാണ്. ജലേ വിഷ്ണു എന്ന പ്രമാണം അനുസരിച്ച് ഈ ആവാഹിക്കപ്പെട്ട പ്രതിമകളെ ഇതിന് ശേഷം വിഷ്ണുവിലേക്ക് ലയം ചെയ്തതിന് ശേഷം പുണ്യതീർത്ഥങ്ങളിലേക്ക് വിസർജനം ചെയ്യുന്നതോടുകൂടി അവിടെ ആ കർമ്മം പൂർത്തീകരിക്കുകയാണ്. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് പിതൃക്കളുടെ നമ്മളുടെ പിതൃപിതാമഹന്മാരുടെ മരണ ദിവസം ആ പുണ്യദിനത്തിൽ ആ തിഥിയിലോ നക്ഷത്രത്തിലോ, പൊതുവെ കേരളത്തിൽ ആചരിച്ചു വരുന്നത് നക്ഷത്രമാണ്, ആ മരിച്ച മലയാള മാസത്തിലെ നക്ഷത്രത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മക്കൾ ശ്രാദ്ധം അനുഷ്ഠിക്കുക എന്നുള്ള, അതിനൊരു വിരാമമില്ല.
ചിലപ്പോൾ പറയും 12 വർഷം കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. മക്കൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം തൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിതാവിനോ പിതാമഹനോ വേണ്ടിയിട്ട് ഈ യജ്ഞം നിർവഹിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏറ്റവും കൂടുതലായി നാം അനുഷ്ഠിക്കുന്നത് പ്രധാനപ്പെട്ട 3 വാവുകളിലാണ്. അതിൽ കർക്കിടക മാസമാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുന്നത്, ശ്രാദ്ധം നിർവഹിക്കുന്നത്, അമാവാസി തർപ്പണം നിർവഹിക്കുന്നത്. അതുകൂടാണ്ട് ഒരു പിതൃവിനെ, ഏകോദിഷ്ടം എന്ന് പറയും, അത് ഒരു പിതൃവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിവർഷം ആ മരിച്ച നക്ഷത്രത്തിലോ തിഥിയിലോ പുത്രപൗത്രാദികൾ നിർവഹിക്കുന്നതാണ് ശ്രാദ്ധം. അത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നത്. അത് നമ്മളുടെ ആത്മാവിന് കൂടി വേണ്ടിയിട്ടാണ്. കാരണം മുൻപ് സൂചിപ്പിച്ചിട്ടല്ലോ, പിതൃക്കളുടെ ആത്മാവ് നമ്മളുടെ എല്ലാം ഉള്ളിൽ കുടികൊള്ളുന്നു. ആത്മാവാണ് പുത്രനായി ജനിക്കുന്നത് ഉപനിഷത്തുകൾ പറയും. അപ്പോൾ ആ ഒരു ശരീരവും നമ്മുടെ പൂർവികരുടെ ശരീരവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ മഹത്തായ യജ്ഞം. അമാവാസി തർപ്പണത്തിൻ്റെ എല്ലാം അകമ്പൊരുൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രപഞ്ചവും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനോട് പോലും മനുഷ്യനെത്ര കടപ്പെട്ടിരിക്കുന്നു, ആ ഒരു ബോധം മനുഷ്യനിലേക്ക് ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം തർപ്പണാദികളിലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ പറയുന്ന സങ്കല്പങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ മനസ്സിലാക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ പാരസ്പര്യത്തെ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ പറയുന്ന യജ്ഞങ്ങൾ അത്രയും. അപ്പോൾ ഈ ഒരു പുണ്യ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ മണ്ണിൽ നടക്കുന്ന യജ്ഞത്തിൽ എല്ലാവർക്കും പങ്കുചേരാൻ സാധിക്കട്ടെ. ഇതോടൊപ്പം തന്നെ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും നാമം ജപിക്കുവാൻ, നമ്മളുടെ എല്ലാം പിതൃക്കൾക്ക് സദ്ഗതി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. നമസ്കാരം.